ഇടയ്ക്ക് ഇത്ര വിലയ്ക്ക് ആ സ്ഥലമൊക്കെ കൊടുത്തിട്ട് വല്ല ടൗണിലേക്ക് പോവാൻ നോക്കും. ഇതൊരുമാതിരി ദൊങ്കന കൊടുക്ക കൊസ്തേപ്പ് ആട്ടുംകാല ജോബി. ഈ അഭിപ്രായം പറയാൻ പറ്റിട്ടാണോ കോട്ടും കൂടി ഗ്ലാസ് ഒക്കെ ഇങ്ങോട്ട് വന്നത്? ഒരുമാതിരി തെലുങ്ക് പടത്തിലെ ഡയലോഗ് ഇവിടെ പറയല്ലേ? നടക്കണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്ത് എടാ, ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണായത്. ഇത് വിട്ടിട്ട് അവിടെ പോവാൻ ഒരിടത്തും പോകുന്നില്ല. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കൊസ്തേപ്പിനോട് കളിക്കുമ്പോ അവനേക്കാൾ നാറിയ കളി കളിക്കണം. പറ്റൂ? സാമം ദാനം വേദം നോക്കി ഇനി ഗിയർ മാറ്റും. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത. എന്ത് പുണ്ണാക്കാണേ. ആ ഭീമ, എപ്പോഴാ നിന്റെ വഴിയുടെ ഉദ്ഘാടനം? നീ വലിയ ബുദ്ധിമാനല്ലേ, വലിയ ഗെയിം മേക്കർ. എന്താ നിന്റെ പ്ലാൻ? ഒരു പ്ലാനും ഇല്ല. പ്രത്യേകിച്ച് ഏതാണ്ട് കൈ ഒഴിഞ്ഞ മട്ട. ആ സൈഫൺ പഴയ പോലെയാക്കി മാറ്റണം, ഇല്ലെങ്കിൽ വെള്ളം ബ്ലോക്കായിട്ട് കൃഷിക്ക് ബുദ്ധിമുട്ടും. പിന്നെ ആ കുഴി നികത്തി നടക്കാവുന്ന പരിപാടിക്ക് മാറ്റണം. അതും അല്ലെങ്കിൽ വഴി വരണം. ചേട്ടാ, ചേട്ടൻ തന്നെ ഒരു പ്ലാൻ പറ. അപ്പൊ എന്റെ കാശ് ആര് തരും? എന്റെ പൊന്നു കോസ്തേപ്പേ, തനിക്ക് അതിനും വേണം പൈസ. ആ കാശ് ഞാൻ തരാം. ഭീമ, നീ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. വഴിയുടെ ക്രെഡിറ്റ് ജോൺസേട്ടന് കിട്ടണമെങ്കിൽ ഇലക്ഷൻ കഴിയണം. അതിനൊരു 2 മാസമെങ്കിലും എടുക്കും. അതുവരെ സൈഫൺ തുറന്നു നടക്കില്ലേ? അതിനിപ്പോ അവർക്ക് എന്താ കുഴപ്പം? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അതിനെ സമ്മതിക്കില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ നാട്ടുകാരെ കാര്യം പറ. ആ വഴി കൂടെ നടക്കണമെങ്കിൽ ആ കുഴിയുടെ മേളിൽ ഒരു പലക ഇടണം. അവിടെ ഒരു പലക ഇട്ടോ, നല്ല ബലമുള്ളത് തന്നെ ആയിക്കോട്ടെ. അന്നത്തെ പോലെ അപകടമൊന്നും ഉണ്ടാവണ്ടല്ലോ. അതെ, അപകടം ഉണ്ടാകാതിരിക്കാൻ ആ കുഴിയുടെ ചുറ്റും ഒന്ന് കെട്ടണം. ഭീമ, ജോൺസ, 2 പേരുടെ അടുത്തും കൂടി ഞാനൊരു കാര്യം പറയാം. എന്റെ പറമ്പിലേക്ക് അങ്ങനെ നിങ്ങൾ സൈഫൻ കയറ്റി പണിതാ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ കാര്യം പറയുക. ഈ ഉടക്കുണ്ടല്ലോ, താൻ അവിടെ പണി നടക്കണോടത്ത് ഒന്ന് പറയണം. ആ സെക്കൻഡിൽ ഇവൻ പണി നിർത്തും. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇതുപോലെ ഇരിക്കാം. അങ്ങനെ 1-2 ഉടക്കം ഇതുവരെ 5-6 മീറ്റിംഗ് കഴിയുമ്പോഴേക്ക് ഇലക്ഷൻ കഴിയും. പിന്നെ നമുക്ക് പണി എപ്പോഴാണെങ്കിലും നടത്താം. ആ പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ 2 പേര് സമ്മതിക്കണം. നമ്മൾ ഈ വഴിക്ക് അതികുന്തം അവറാൻ റോഡ് എന്ന് പേരിടും. ഓക്കെ അല്ലേ? അതാരണ്ടാ? നമ്മുടെ സൈമൺ ഡോക്ടറിന്റെ അപ്പന്റെ പേരാ. എങ്കിൽ പിന്നെ എന്റെ ഡാഡിയുടെ പേരിട്ടൂടെ? അല്ല, ചേട്ടന്റെ ഡാഡി മരിച്ചിട്ടില്ലല്ലോ. ഡാഡി മരിക്കൂലേ? അല്ലെങ്കിൽ വേണ്ട, ഊതാമ്പള്ളി കൊസേപ്പ് റോഡിന്ന് ഇടാം. അല്ലെങ്കിൽ ഊതാമ്പള്ളി റോഡിന്ന് മതി. നല്ല അന്തസ്സുള്ള പേരല്ലേ? അതെ, നല്ല അന്തസ്സുള്ള ആൾക്കാരും അല്ലേ? അപ്പൊ ശരിയോ, എല്ലാം പറഞ്ഞു. എടാ, അവൻ എനിക്കൊരു ലവ് ലെറ്റർ അയച്ചില്ലേ? എന്തോ കവിയത്ര എന്തോ. അതിന്റെ കാലാവധി എന്നാടാ തീരുന്നേ? അത് ബുധനാഴ്ച തരും. തീർന്നിട്ട് അത് കോടതി തുറക്കുമ്പോ തന്നെ നമുക്ക് സ്റ്റേ മേടിക്കാന്ന് വക്കീല് പറഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ നീക്കോട്ടെ, മറക്കരുത്. അതൊക്കെ ഞാൻ നോക്കണം. അവന്റെ അമ്മയുടെ ആദ്യകുന്തം അവറാച്ചൻ റോഡ്. ഇന്നലെ നീയും ജോൺസണും പറഞ്ഞു ഉണ്ടാടാ ഇവിടെ ഇട്ട് പരത്തിക്കൊണ്ടിരിക്കണം. നീയൊക്കെ ഇപ്പോഴും ഇറങ്ങിക്കോളണം, നിന്റെ പണിക്കാരെയും പിടിച്ചോണ്ട്. ഇന്നലെ ജോൺസണുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യുന്നു. ജോൺസണോട് പറഞ്ഞാടാ നീ ഇവിടെ ഒപ്പിച്ചു വെച്ചിരിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താടാ? ആര് പറഞ്ഞിട്ടാടാ ഇത് മൂടി വെച്ചത്? ഇത് നിങ്ങളുടെ പറമ്പൊന്നും അല്ലല്ലോ, പിന്നെ എന്താ ഇത്ര പ്രശ്നം? നിന്റെ പറമ്പൊന്നും അല്ലല്ലോ, ഒക്കെ കൂടി അടിച്ചു പൊട്ടിച്ചോളൂ ഞാൻ. എടാ, ഇവിടുത്തെ പണി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സ്ലാബ് എടുത്ത് മൂടാൻ എത്ര സമയം വേണോടാ? ഞാൻ പൊട്ടനാണെന്ന് വിചാരിച്ചാടാ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? മോനെ ഭീമ, നിന്റെ അടുത്ത് 2 കല്ലടിക്ക് വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നീ അവിടെ കൊണ്ടേ വാർത്തു വെച്ചില്ലടാ. ഒരു കേസ് കൊടുത്തിട്ട് നാട്ടുകാരെ മുഴുവൻ വഴി മുട്ടിക്കാനായിട്ട് അറിയില്ല. ഞട്ടല്ല, പോസ്റ്റേപ്പ് തീരുമാനിക്കുമ്പോ നടന്നു പോയാ മതിയാടാ നീയൊക്കെ.